അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഫോർ ലൂപ്പിന്റെ എല്ലാ ഡീറ്റെയിൽസും അഥവാ നമ്മൾ ലിസ്റ്റിൽ നിന്ന് ഡാറ്റ എടുക്കുന്നത്, അതേപോലെ മാപ്പിൽ നിന്ന് ഡാറ്റ എടുക്കുന്ന, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്തു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ വർക്കൗട്ട് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ വർക്കൗട്ടുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക, വർക്കൗട്ടിലേക്ക് നമ്മൾ കിടക്കാം. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ചോദിക്കാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ നമ്മളെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മളൊരു പ്രോഗ്രാം എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ന്യൂ എടുത്തിട്ട് എന്ത് ചെയ്തു, ലൂപ്പ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തു, ലൂപ്പ് എക്സാമ്പിൾ ഡോട്ട് പൈ അല്ലേ, പൈത്തൺ ആണ്, അതുകൊണ്ട് പൈ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഇതാണ് നമ്മളെ പ്രോഗ്രാം. ഓക്കെ, ഇനി നമ്മൾ ഫോർ ലൂപ്പിന്റെ നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒന്നെടുക്കാം. അപ്പൊ ലിസ്റ്റ് ഉണ്ട്, മാപ്പ് ഉണ്ട്, സെറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഐട്രേഷന്റെ അല്ലെങ്കിൽ ഒരു ഐട്രേഷൻ അഥവാ ഒരു ലിസ്റ്റിൽ നിന്ന് ഡാറ്റാസ് നമ്മൾ എടുക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുക, ഐട്രേഷൻ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കട്ടോ, ഐട്രേഷൻ എക്സാമ്പിൾ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു പ്രിന്റ് ചെയ്യാനൊരു സംഭവം കൊടുത്തു, നിർബന്ധമൊന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ LST ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ മുന്നത്തെ നമ്മൾ സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ പൈത്തൺ, അതേപോലെ കോമ, പിന്നെ വേറെ ഇതിരുന്നു ജാവ അല്ലെ, ജാവ ലാംഗ്വേജ്. ഓക്കെ, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ലിസ്റ്റ്. അഥവാ LST എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് നമുക്കുണ്ട്. അതിലെന്തുണ്ട്, പൈത്തൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്, ഒരു സ്ട്രിങ് എലമെന്റ്. അതേപോലെ നമുക്ക് എന്തുണ്ട്, ഒരു ജാവ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സ്ട്രിങ് എലമെന്റ് ഉണ്ട്. രണ്ട് എലമെന്റ് ഇപ്പൊ നമ്മളെ ഈ ലിസ്റ്റിലുണ്ട് അല്ലെ. ഇനി നമുക്ക് ഇതിന് നമുക്ക് എങ്ങനെ നമുക്ക് ഐട്രേറ്റ് ചെയ്യാൻ പറ്റും. ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കോൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് അതിലുള്ള ഓരോ എലമെന്റ്സിനെ നമ്മൾ റീഡ് ചെയ്യുക, ആക്സസ് ചെയ്തുകൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ എലമെന്റിനും നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് ഐട്രേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഫോർ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിനെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ചതാണ് ഫോർ, പിന്നെന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു വേരിയബിൾ അല്ലെ, ഫോർ കഴിഞ്ഞിട്ട് ഒരു വേരിയബിൾ നെയിം, പിന്നെ ആവാം, എസ് ആവാം, എ ആവാം, ബി ആവാം, അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. പിന്നെ ഇൻ എന്ന് പറഞ്ഞ കീവേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിലൊരു മാറ്റമില്ല, ഫോറിലും മാറ്റമില്ല, ഇന്നിലും മാറ്റം. പിന്നെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, LST അഥവാ ലിസ്റ്റിന്റെ പേരാണ് കൊടുക്കേണ്ടത്. പിന്നെ കോളം കൊടുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ് നം അല്ലെ. അഥവാ ഇത്രേ ഉള്ളൂ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടണം, പൈത്തണും ജാവയും കിട്ടണം. നമുക്ക് റൺ ചെയ്ത് നോക്കട്ടോ. അപ്പോ റൺ പൈത്തൺ ഇൻ ടെർമിനൽ അല്ലെ. അപ്പൊ നമ്മൾ റൺ ചെയ്തു കേട്ടോ, ഐട്രേഷൻ എക്സാമ്പിൾ എന്ന് വന്നിട്ടുണ്ട്, പൈത്തൺ വന്നിട്ടുണ്ട്, ജാവയും വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, നമ്മൾ കഴിഞ്ഞ കോൺസെപ്റ്റിൽ നമ്മളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒന്നുമില്ല, ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ലിസ്റ്റിൽ നിന്ന് ഡാറ്റ എടുക്കാം. അവിടെ നമ്മൾ ഫോർ ഇൻ ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ ഇത്രേ ഉള്ളൂ, LSTയിലുള്ള ഫസ്റ്റത്തെ പൈത്തൺ എന്ന എലമെന്റ് എന്ത് ചെയ്യും, ആദ്യം നമ്മിലേക്ക് സ്റ്റോർ ചെയ്യും, ആ നമ്മിലുള്ള വാല്യൂ പൈത്തൺ ആണ്, അത് പ്രിന്റ് ചെയ്യും. പിന്നെ അടുത്ത എന്ത് ചെയ്യും, LSTയിൽ ജാവയാണ്, അത് എടുത്തിട്ട് നമ്മിലേക്ക് സ്റ്റോർ ചെയ്യും, അത് പ്രിന്റ് ചെയ്യും. അങ്ങനെ എത്ര എലമെന്റ്സ് ഉണ്ടോ ലിസ്റ്റിൽ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർ ഇൻ വെച്ചുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് എന്ത്, നമ്മുടെ ലിസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ലിസ്റ്റ് വെച്ചുകൊണ്ട് ഐട്രേറ്റ് ചെയ്യാനുള്ള എക്സാമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഒരു ടിപ്പിളിലെ ഐട്രേഷൻ, ഇപ്പൊ എക്സാമ്പിൾ പറയാം, ടിപ്പിൾ ഐട്രേഷൻ എന്നാണ് ഞാൻ കൊടുക്കുകയാണ്. എന്ത് പേരും കൊടുക്കാം, നമുക്ക് സ്ലൈഡിലുള്ള പോലെ നിങ്ങൾ കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമല്ല, നമുക്ക് എന്താണോ അത് പ്രിന്റ് ചെയ്ത് വേണ്ടത് അത് കൊടുത്തതേ ഉള്ളൂ, ഇവിടെ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് LST ലിസ്റ്റ് ആണ് അല്ലെ. ഇനി നമ്മൾ ഇവിടെ എന്താണ്, ടിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മൈ ടിപ്പിൾ അല്ലെങ്കിൽ എന്തെങ്കിലും പേര് കൊടുക്കുക, നിങ്ങളുടെ ടിപ്പിളിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. അപ്പൊ ടിപ്പിൾ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ് മോഡലിലുള്ള ഇതാണ്, അരേ ബ്രാക്കറ്റ് അല്ല കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മളിവിടെ മാംഗോ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തു, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, 50 എന്നുള്ള സംഭവം കൊടുത്തു, ടിപ്പിൾ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ലൂപ്പ് സെയിം സംഭവം മതി കേട്ടോ. നമുക്ക് എന്താ പറയാ, ഓരോന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്തിട്ട് ചെയ്താലും മതി, പക്ഷെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കത് പഠിയും. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ നമ്മൾ ഓരോന്നും ടൈപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക ഇനീഷ്യൽ കേസിൽ. ഓക്കെ, ഇനി ഫോർ എക്സ്, ഇവിടെ നമ്മിന് പകരം നമ്മൾ എക്സ് ആ കൊടുത്തത്, ഇൻ എന്ത്, മൈ അണ്ടർസ്കോർ ടുപ്പിൾ കോളൻ അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്ത് നോക്കാം, പ്രിന്റ് എക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം,
എക്സിൽ ഇപ്പോൾ ഓരോന്ന് എടുത്തിട്ടുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, റൺ പൈത്തൺ കൊടുത്തിട്ടുണ്ട്. ട്യൂപ്പിൾ ഐറ്ററേഷൻ എന്ന് പറഞ്ഞിട്ട് മാംഗോ ഉണ്ട് 15. അപ്പൊ ആ ട്യൂപ്പിളിലുള്ള മൈ അണ്ടർസ്കോർ ട്യൂപ്പിൾ തന്നെ ട്യൂപ്പിളിലുള്ള മാംഗോ കിട്ടിയിട്ടുണ്ട്, 50 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് എന്ത്, നമ്മളെ ട്യൂപ്പിളിന് നമുക്ക് ഐറ്ററേറ്റ് ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് നമുക്ക് ഡിക്ഷണറി ഉണ്ട് അല്ലെ, പൈത്തണില് ഡിക്ഷണറി ഐറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുകയാണ്. ഐറ്ററേഷൻ എക്സാം എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പേര് കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിക്ഷണറിയിൽ നിന്ന് നമുക്ക് എങ്ങനെ എലമെന്റ്സ് നമുക്ക് റീഡ് ചെയ്യാൻ നോക്കണം. അപ്പൊ അതിന് നമ്മൾ ഡിക്ഷണറി എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈ അണ്ടർസ്കോർ ഡിക്ഷണറി. ഡിക്ഷണറി എന്താ ശരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കീ ഉണ്ടാവും, അതിനൊരു വാല്യൂ ഉണ്ടാവും, നെയിം, അതേപോലെ അഡ്രസ്, ഫോൺ, അങ്ങനെ കേട്ടോ. അപ്പോൾ നമുക്ക് ഡിക്ഷണറി ആകുമ്പോൾ ഈ ഒരു കേളി ബ്രേസ് ആണ് വരിക. നമുക്ക് എന്ത് ചെയ്യാം, നെയിം കൊടുത്തു, നെയിമിൽ നമ്മൾ കോളൻ എന്ത്, നമ്മൾ മാംഗോ എന്തെങ്കിലും കേട്ടോ നമുക്ക്. പിന്നെ നമുക്ക് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. ഇതിന്റെ കാറ്റഗറി എന്താണ്, മാംഗോ ഏത് കാറ്റഗറിയിലാണുള്ളത്, ഫ്രൂട്ട്സ് പറഞ്ഞ കാറ്റഗറിയിലാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതി കൊടുക്കുക. ഇവിടെ നെയിമിനെയാണ് നമ്മൾ എന്താ പറയാ, കീ എന്ന് പറയാ. അതിന്റെ വാല്യൂ മാംഗോ തന്നെയാണ് ഇവിടെ വാല്യൂ എന്ന് പറയാം. അതേപോലെ കാറ്റഗറിനെ നമുക്ക് കീ എന്ന് പറയാം, ഫ്രൂട്ട്സിനെ നമുക്ക് വാല്യൂ എന്ന് പറയാം. ഇതിനെ നമുക്ക് എന്ത്, ഇതിനെയാണ് നമ്മളൊരു ഡിക്ഷണറി എന്ന് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് ഫോർ എന്തെങ്കിലും പേര് കൊടുക്കാം, നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഇൻ എന്ത്, മൈ അണ്ടർസ്കോർ ഡിക്ഷണറി കോളൻ അല്ലെ, മൈ അണ്ടർസ്കോർ ഡിക്ഷണറി കോളൻ. ദെൻ പ്രിന്റ് എന്ത് ചെയ്തു, എക്സ്. എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വാല്യൂ വന്നു. എക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ കീ കിട്ടൂട്ടെ. കീ മീൻസ് ഈ ഒരു ഡിക്ഷണറിയിലുള്ള ആ കീന്റെ വാല്യൂ. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ നെയിം എന്ന് പറഞ്ഞ കീന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്താന്നുള്ളത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ഡിക്ഷണറിയിൽ നിന്ന് അതിന്റെ വാല്യൂ റീഡ് ചെയ്യണം. അപ്പൊ പ്രിന്റ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാല് ഇവിടെ നെയിം ആണ് ഫസ്റ്റത്തെ കേസിൽ, രണ്ടാമത്തെ കേസിൽ കാറ്റഗറിയാണ്. അപ്പൊ നെയിം വന്നു, കോളൻ. ഓക്കെ, അടുത്തത് എന്താണ്, മാംഗോ കിട്ടണം. അപ്പൊ മൈ അണ്ടർസ്കോർ ഡിക്ഷണറി ഓഫ് എക്സ്. അപ്പോ ഈ മൈ അണ്ടർസ്കോർ ഡിക്ഷണറി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഓഫ് നെയിം അല്ലെ, അപ്പൊ നെയിമിന്റെ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. അടുത്ത മൈ അണ്ടർസ്കോർ ഡിക്ഷണറി ഓഫ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഈ ഡിക്ഷണറിയിൽ കാറ്റഗറി കീ ആയിട്ടുള്ള അതിന്റെ വാല്യൂ എന്താണ്, ഫ്രൂട്ട്സ് ആണ് അല്ലെ. അപ്പൊ അത് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കിത് റൺ ചെയ്ത് നോക്കാം. റണ്ണ്. ഓക്കെ, ഇതുണ്ടോ ഡിക്ഷണറി ഐറ്ററേഷൻ, നെയിം മാംഗോ വന്നിട്ടുണ്ട്, അതേപോലെ കാറ്റഗറി ഫ്രൂട്ട്സും വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമുക്ക് ഫസ്റ്റ് ലിസ്റ്റ് പഠിച്ചു, പിന്നെ നമ്മൾ ട്യൂപ്പിളിൽ നിന്ന് ഐറ്ററേറ്റ് ചെയ്യുന്നത് പഠിച്ചു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡിക്ഷണറിയിൽ നിന്ന് ഐറ്ററേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് സെറ്റിൽ നിന്ന് ഐറ്ററേഷൻ എങ്ങനെയാന്നുള്ളത് ഒക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. സെറ്റ് ഐറ്ററേഷൻ എക്സാമ്പിളോ എന്തെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മൈ അണ്ടർസ്കോർ സെറ്റ് ഈക്വൽ ടു നമുക്ക് എന്താ കൊടുക്കുക, നമുക്ക് ജാവ കൊടുക്കുക, അതേപോലെ പൈത്തൺ കൊടുക്കുക, അതേപോലെ C++ഓ അല്ലെങ്കിൽ സിയോ അല്ലെങ്കിൽ റിയാക്ട് കൊടുക്കാം നമുക്ക് അല്ലെ. നോക്കാം റിയാക്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഫോർ വെച്ചു. നമുക്ക് എന്ത് ചെയ്യണം, അതിന് നമുക്ക് എക്സോ വൈയോ എന്തും കൊടുക്കട്ടോ. ഇൻ എന്ത്, മൈ അണ്ടർസ്കോർ സെറ്റ്. ഓക്കെ, ദെൻ എന്ത് ചെയ്യാ, നമ്മൾ പ്രിന്റ് എക്സ് അല്ലെ, പ്രിന്റ് എക്സ്. ഓക്കെ, എക്സ് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെറ്റിൽ നിന്നും എന്ത് ചെയ്യാം, ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കാം. നമുക്ക് എന്തായാലും ഒന്ന് റൺ ചെയ്ത് നോക്കട്ടോ. സേവ് ചെയ്യാം, നമ്മള് കൺട്രോളേഴ്സ് അടിച്ചുകൊണ്ട് സേവ് ചെയ്തു. എന്ത് ചെയ്യാം, റൺ പൈത്തൺ. ഓക്കെ, പൈത്തൺ റൺ ചെയ്തു. അവിടെ കണ്ടോ, സെറ്റ് ഐറ്ററേഷൻ കഴിഞ്ഞിട്ട് ജാവ വന്നിട്ടുണ്ട്, റിയാക്ട് വന്നിട്ടുണ്ട്, അതേപോലെ നമ്മുടെ പൈത്തണും വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സെറ്റ് എന്ന് പറഞ്ഞാൽ അൺഓർഡേർഡ് കളക്ഷൻ ആണ്. ഞാൻ പറഞ്ഞതാണ് കേട്ടോ, നമ്മൾ PPT കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അൺഓർഡേർഡ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ലിസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ ഓർഡറിൽ പ്രിന്റ് ചെയ്യും. ഇവിടെ ജാവ ആദ്യം പ്രിന്റ് ചെയ്തു, പിന്നെ റിയാക്ട് പ്രിന്റ് ചെയ്തത്, പിന്നെയാണ് പൈത്തൺ പ്രിന്റ്. അപ്പോൾ ഇതെന്താണ്, അൺഓർഡേർഡ് ആണ്. ഇതിന്റെ ഫെച്ച് ചെയ്തിട്ട് റീഡ് ചെയ്യുന്ന ഓർഡർ ഒന്നും നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂല. അൺഓർഡേർഡ് ലിസ്റ്റ് ആണ് പൈത്തണിൽ എന്ത്, സെറ്റ്. ഓക്കെ, അത് മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പൈത്തണിൽ നമുക്കൊരു സ്ട്രിങ്ങിൽ നിന്ന് നമുക്ക് ഡാറ്റാസ് ഇങ്ങനെ ഫെച്ച് ചെയ്തെടുക്കാം. അപ്പൊ എക്സാമ്പിൾ മൈ അണ്ടർസ്കോർ സ്ട്രിങ് എന്ത് പേരും കൊടുക്കാം. നമ്മൾ എന്ത് ചെയ്തു, പൈത്തൺ കൊടുത്തു. ഒരു സ്ട്രിങ് ഡിഫൈൻ ചെയ്തതാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഫോർ എക്സ് ഇൻ എന്ത്, മൈ സ്ട്രിങ് അല്ലേ. ഓക്കെ,
നമുക്ക് എന്താണ് റിസൾട്ട് എന്ന് നോക്കട്ടോ. അത് എറർ തെറ്റാണെങ്കിൽ തെറ്റട്ടെ, നമുക്ക് റിസൾട്ട് നോക്കാം. അപ്പൊ നമ്മളൊരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്, ഫോർ എക്സ് ഇൻ മൈ സ്ട്രിങ് എന്ന് കൊടുത്തു. അഥവാ മൈ സ്ട്രിങ് എന്ന് പറയുമ്പോൾ പൈത്തൺ ആണ്. ഫസ്റ്റ് പി കിട്ടും, പിന്നെ വൈ കിട്ടും, അങ്ങനെ അങ്ങനെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഓരോ എലമെന്റ്സും നമുക്ക് ഫസ്റ്റ് പി കിട്ടും, അത് പ്രിന്റ് ചെയ്യും, പിന്നെ വൈ കിട്ടും, പിന്നെ അത് പ്രിന്റ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ. ഇവിടെ കണ്ടോ, പൈത്തൺ പി ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ എലമെന്റ്സും നമുക്ക് റീഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ കാണിക്കുന്നത്, ഒരു സ്ട്രിങ്ങിൽ നിന്നും ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഫോർ ഇൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാം, ഐട്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയായി, ലിസ്റ്റായി, സെറ്റായി, അതേപോലെ ഡിക്ഷണറി ആയി, അതേപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമുക്ക് സ്ട്രിങ്ങിൽ നിന്നും എന്ത് ചെയ്തു, നമുക്ക് റീഡ് ചെയ്തു. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളൊരു ഫംഗ്ഷൻ ആണ് റേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അല്ലേ, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ വർക്കൗട്ട് നോക്കണം. നമ്മൾ 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമുക്ക് റേഞ്ച് യൂസ് ചെയ്യാം. 0 മുതൽ 9 വരെ നമുക്ക് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യുക. അതേപോലെ 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് റേഞ്ച് എന്ന് പറഞ്ഞ മെത്തേഡ് എന്താ, ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജനറേറ്റ് ചെയ്ത് തരില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഫോർ നം ഇൻ റേഞ്ച് ഓഫ് എന്ത് 10 ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. നോർമലി ഫോറിനിന്റെ സിന്റാക്സ് എന്താ, ഫോറിനിന്റെ ഔട്ട്പുട്ട് ഫോറിനിന്റെ വർക്കിംഗ് എന്താ, ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു ഡിക്ഷണറി, ഒരു സെറ്റ്, ഇതൊക്കെ ഇൻപുട്ട് ആയിട്ട് കൊടുത്താൽ അതിൽ നിന്ന് എന്ത് ചെയ്യും, ഓരോ എലമെന്റ്സ് എടുത്തിട്ട് റീഡ് ചെയ്തിട്ട് നമുക്ക് തരും. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ കൊടുത്തത്, ഇവിടെ നമ്മൾ ഈ ലിസ്റ്റിന് പകരം അല്ലെങ്കിൽ നമ്മളെ ഡിക്ഷണറിക്ക് പകരം റേഞ്ച് ഓഫ് 10 ആണ് കൊടുത്തത്. റേഞ്ച് ഓഫ് 10. അപ്പൊ റേഞ്ച് ഓഫ് 10 എന്ന് പറയുമ്പോൾ നമുക്കൊരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് അത് ജനറേറ്റ് ചെയ്ത് തരും. നമുക്ക് എന്താ ഔട്ട്പുട്ട് നിന്ന് നോക്കട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാം പ്രിന്റ് എക്സാമ്പിൾ റേഞ്ച് എക്സാമ്പിൾ എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, റേഞ്ച് എക്സാമ്പിൾ. ഓക്കെ, ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് റൺ ചെയ്യാണ്. റൺ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടോ 0 to 9 വരെയുള്ള നമ്പേഴ്സ് ജനറേറ്റ് ചെയ്ത് തരാനുള്ള ഫംഗ്ഷൻ ആണ് റേഞ്ച് ഓഫ് 10. അഥവാ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, 9ൽ അവസാനിക്കും, ലിമിറ്റ് എടുക്കൂല, അഥവാ ലിമിറ്റ് -1. അപ്പൊ നമുക്ക് 1 മുതൽ 100 വരെ നമുക്ക് ഉള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് എടുക്കുന്നത് 0 മുതലാണ്. അപ്പൊ ഇനീഷ്യൽ വാല്യൂ നമുക്ക് 0 വേണ്ട, 1 ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഇനീഷ്യലി 1 കൊടുത്തു. 1 കോമ ഏത് വരെ കൊടുക്കണം, നമുക്ക് 100 വരെയാണ് വേണ്ടത്. അപ്പൊ 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ 99 വരെ വരുള്ളൂ. നമുക്ക് 101 കൊടുത്തു നോക്കാം. അപ്പൊ 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യാന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊടുത്താൽ നടക്കുമോ നോക്കട്ടെ. ഇതാണ്ട 100 വരെ വന്നിട്ടുണ്ട്. മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ്ട അങ്ങനെ ഓരോന്നും എന്ത് ചെയ്തിട്ടുണ്ട്, 1 മുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റേഞ്ച് ഫംഗ്ഷനെ നമുക്ക് യൂസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്പേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് യൂസ് ചെയ്തുകൊണ്ട്, റേഞ്ച് യൂസ് ചെയ്തുകൊണ്ട്. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ഡിജിറ്റ് ആണ് അല്ലെങ്കിൽ ഒരു വാല്യൂ ആണ് നമ്മൾ അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, അപ്പർ ലിമിറ്റ് ആയിട്ട് എടുക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് വേറെ നമുക്ക് കൊടുക്കാം, എൻഡിങ് കൊടുക്കാം. അപ്പൊ ഒന്നേ ഉള്ളെങ്കിൽ അത് എൻഡിങ് ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് മുതലാണോ വേണ്ടത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ റേഞ്ച് മെത്തേഡ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എത്ര സ്റ്റെപ്പ് വെച്ചിട്ട് കൂടണം എന്ന് പറയാം. ഞാനിതൊന്ന് ചെറുതാക്കാണ്, 10ലേക്ക് തന്നെ വരികയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 1 സ്റ്റാർട്ട് ചെയ്തു, 9 വരെ ചെയ്തു. ഇനി നമുക്ക് സ്റ്റെപ്പ് എത്ര വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്യണം എന്നുള്ളത്, അഥവാ എത്ര വെച്ചിട്ട് 1 കഴിഞ്ഞാൽ അടുത്തത് 3, അടുത്തത് 5, അങ്ങനെ വരാൻ വേണ്ടിയിട്ട്, അഥവാ 2 ഇൻക്രിമെന്റ് ചെയ്ത് വരും. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ. എന്തോ പ്രോബ്ലം ഉണ്ട് നോക്കാം. ഈസ് നോട്ട് അവൈലബിൾ, കോമ 1, 110,2. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇനീഷ്യലൈസേഷൻ 1 വന്നു, ലിമിറ്റ് നമുക്ക് എന്ത് വന്നു, 10 വന്നു. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, 9 വരെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ റേഞ്ച് ഓഫ് ഒരു 1 തന്നെ കൊടുത്തു നോക്കാം നമുക്ക് കേട്ടോ. എന്തിലാണ് എറർ എന്നുള്ളത് നമുക്ക് ഡിറ്റക്ട് ചെയ്യണേ. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 2 കൊടുത്തു നോക്കാം. ഓക്കെ,
പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വേറെ എന്തോ പ്രോബ്ലം ആണ് അവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലംസ് വരും കേട്ടോ. അപ്പോൾ ഈ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മൊത്തം എററാണ്, ഒന്നും കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കണ്ട. ചിലപ്പോൾ അതൊരു സേവിങ്ങിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാവും, ക്യാഷിൻ്റെ ഒക്കെ പ്രശ്നമാവാം. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് 1,10,2 എന്ന് പറയുമ്പോൾ 1 എന്ന് പറഞ്ഞാൽ 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. 10 എന്ന് പറഞ്ഞാൽ 10 വരെ മതി, ലിമിറ്റ് 10 എടുക്കൂല, 10-ന് താഴെ 9 വരെ. ഓക്കെ, പിന്നെ നമ്മൾ പറയാണ് 2 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പോൾ 1 ഫസ്റ്റ് പ്രിന്റ് ചെയ്യും, പിന്നെ എന്താ പ്രിന്റ് ചെയ്യുക, 3 പ്രിന്റ് ചെയ്യും. 1 + 2 3, 3 + 2 എന്ന് പറയുമ്പോൾ 5 ആയി, 5 പ്രിന്റ് ചെയ്യും. 5 + 2 എന്ന് പറയുമ്പോൾ 7 ആയി, 7 പ്രിന്റ് ചെയ്യും. 7 + 2 എന്ന് പറയുമ്പോൾ 9 ആയി, 9 പ്രിന്റ് ചെയ്യും. അപ്പൊ ഇതാണ് സ്റ്റെപ്പ് ഇട്ടാ. അപ്പൊ മൂന്നാമത്തെ സംഭവമാണ് എന്ത്, ആർഗ്യുമെന്റ് ആണ്, നമ്മളെ സ്റ്റെപ്പ് വാല്യൂ നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റെപ്പിനെ നമുക്ക് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാം, റിവേഴ്സ് ആയിട്ട് വരാം. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 4 വരെ 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് മൈനസ് സ്റ്റെപ്പിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ആക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ റിസൾട്ട് ഒന്ന് നോക്കുക, റൺ ചെയ്യുക. 4-2 വന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 4-ൽ നിന്ന് തുടങ്ങും, മൈനസ് ആണ് സ്റ്റെപ്പ് വാല്യൂ. അപ്പൊ 4-ൽ നിന്ന് തുടങ്ങും, സ്റ്റാർട്ടിങ് 4 ആണല്ലോ. പിന്നെ എന്ത് ചെയ്തു, പിന്നെ നമുക്ക് 1 വരെ പോയാൽ മതി. പിന്നെ ലിമിറ്റ് -2 ആണ് സ്റ്റെപ്പ്. അപ്പൊ 4 പ്രിന്റ് ചെയ്തു, 4 - 2 എത്ര, 2 അല്ലേ. അപ്പൊ അടുത്തത് 2 ആണ് വരിക, 2ഉം പ്രിന്റ് ചെയ്തു. പിന്നെ 2 - 2 എത്രയാണ്, 0 ആണ് പോയത്. അപ്പൊ ഈ ലിമിറ്റ് 1 ആണ് ഇവിടെ. അപ്പൊ 1 വരെ പോയാൽ മതി. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ അത് എടുക്കൂല. അപ്പൊ 4ഉം 2ഉം എന്ത് ചെയ്യും, നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇതാണ് യഥാർത്ഥത്തിൽ മൈനസ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് മെയിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് 4-ൽ റേഞ്ച് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിന്റിങ്ങും ഓപ്പറേഷൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിവേഴ്സ് ദ എലമെന്റ്സ് അല്ലെ, എലമെന്റ്സിന്റെ ഓർഡർ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഫോർ നം ഇൻ നമ്മൾ റേഞ്ച് ഫംഗ്ഷൻ ഇങ്ങനെ ബ്രാക്കറ്റിൽ യൂസ് ചെയ്യട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. റേഞ്ച് ഓഫ് നമ്മൾ എന്ത് ചെയ്തു, നം, അഥവാ ഇവിടെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നം ഈക്വൽ ടു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 10 കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു 5 ഒറ്റ കൊടുക്കാം. ഓക്കെ, 5 കൊടുത്തു. 5, -1, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്ത് നോക്കട്ടാ. ഓക്കെ, ഇതെങ്ങനെ റിസൾട്ട് വരുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ഓക്കെ, ഇതാ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. റേഞ്ച് ഓഫ് 5, 1, ഇതാണ്ടോ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, റേഞ്ച് എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കട്ടോ. പ്രിന്റ് എന്താണ്, റിവേഴ്സ് അല്ലേ, റിവേഴ്സ്. ഓക്കെ, അപ്പൊ റിവേഴ്സ് എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുത്താൽ മതി. ഇതാണ്ടോ, 5, 4, 3, 2, 1, 0. ഇതിനർത്ഥം എന്താ, നമുക്ക് നോർമൽ റേഞ്ച് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 0 to അതിന്റെ ലിമിറ്റ് -1 വരെ പോകും. ഓക്കെ, അപ്പൊ ഇത് നേരെ എന്ത് ചെയ്യുക, റിവേഴ്സ്, അഥവാ 5-ൽ നിന്ന് തുടങ്ങിയിട്ട് ലാസ്റ്റ് ഇങ്ങോട്ട് വരിക. ഓക്കെ, റിവേഴ്സ് ആയിട്ട് വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിവേഴ്സ് ഫംഗ്ഷൻ, റിവേഴ്സ് മോഡൽ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും റേഞ്ച് ലിമിറ്റ് കൊടുക്കുക, അഥവാ സ്റ്റാർട്ടിങ് കൊടുക്കുക. പിന്നെ -1 വരെ, അഥവാ 0 വരെ വരാണെങ്കിൽ -1 കൊടുത്താൽ മതി. പിന്നെ നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാം. പിന്നെ -1 എന്ത് ചെയ്യുക, സ്റ്റെപ്പ് വാല്യൂ കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതൊരു 2 ആക്കി എന്ന് വിചാരിച്ചോളി. നമ്മളെ ഇത് നിങ്ങൾ മാറ്റി നോക്കട്ടോ, നമ്മളൊരു പേടിക്കണ്ട, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മാറ്റി നോക്കുമ്പോഴേ നമുക്ക് അതിന്റെ ഫംഗ്ഷനിങ് മനസ്സിലാവുള്ളൂ. ഇതുണ്ടോ, ഇപ്പം 5 ഞാൻ കൊടുത്തു, 5 പ്രിന്റ് ചെയ്തു. പിന്നെ 4 കൊടുത്തു, -1 ആണ്. -1 ആകുമ്പോൾ കുറഞ്ഞു വരുമല്ലോ. അപ്പൊ 5-ൽ നിന്ന് 1 കുറയുമ്പോൾ 4 ആയി, 4 പ്രിന്റ് ചെയ്തു. 4-ൽ നിന്ന് പറയുമ്പോൾ 3 ആയി, 3-ൽ നിന്ന് പറയുമ്പോൾ എന്തായി, 2 ആയി. പക്ഷെ 2 എടുക്കൂല, കാരണം എന്താ, ഇവിടെ ലിമിറ്റ് 2 ആണ് കൊടുത്തത്. അപ്പൊ 2-നേക്കാൾ താഴെ വരെ എന്ത് ചെയ്യുള്ളൂ, എടുക്കുള്ളൂ, 1 വരെ പോവുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം, മാറ്റിയിട്ട് കൊടുത്തിട്ട് തന്നെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞ മെത്തേഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത്, ഇനി നമുക്ക് ഫോർ ലൂപ്പിന് എൽസ് നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ അല്ലെ. പ്രിന്റ് എന്താണ്, എൽസ് ബ്ലോക്ക് അല്ലെ, എൽസ് ബ്ലോക്ക് ഇൻ ഫോർ ലൂപ്പ് ഞാൻ ജസ്റ്റ് അങ്ങനെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ നം ഇൻ റേഞ്ച് ഓഫ് 1, 5 കൊടുത്തു ഞാൻ. ഓക്കെ, പിന്നെ കോളൻ എന്ത് ചെയ്തു, പ്രിന്റ്
പ്രിന്റ് എന്ത് നം കൊടുത്തു, പ്രിന്റ് നം കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ പ്രിന്റ് ചെയ്യാൻ നോക്കാം. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രിന്റ് ചെയ്യുക? 1 മുതൽ 4 വരെ നമുക്ക് എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം, ഒന്ന് റൺ ചെയ്ത് നോക്കാം. 1 മുതൽ 1 2 3 4 വരെ പ്രിന്റ് ചെയ്തു. ഇനി നമ്മൾ ഈ പ്രിന്റിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് കൊടുക്കണം എന്ന് വിചാരിച്ചോളി. ഇപ്പൊ ടാസ്ക് കംപ്ലീറ്റഡ്. ഓക്കെ, ടാസ്ക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് കൊടുക്കണമെന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നോക്കി നോക്കുക. അതുണ്ടോ 4 വരെ ആ ഫോർ ലൂപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. അതിനുശേഷം ടാസ്ക് കംപ്ലീറ്റഡ് പ്രിന്റ് ചെയ്തു. ഇത് ഫോർ ജാവയിലും ഇതിലൊന്നും പറ്റൂല കേട്ടോ. അപ്പൊ നോർമലി ഫോർ ലൂപ്പിന് നമുക്ക് എന്ത് ചെയ്യാം? എൽസ് ബ്ലോക്ക് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് ഏതിലുണ്ട്? നമ്മുടെ പൈത്തലുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു ഫോർ ലൂപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൽസ് ബ്ലോക്ക് എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിനായിട്ട് എൽസ് ബ്ലോക്കിന്റെ ഒരു പർപ്പസ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റിവേഴ്സ് നമ്മൾ നേരത്തെ ചെയ്തല്ലോ. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സഡ് ഓഫ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട് കേട്ടോ. റിവേഴ്സഡ് ഓഫ് LST ഇങ്ങനെയും കൊടുക്കട്ടോ. പ്രിന്റ് എന്തിനാ നമ്മൾ LST എന്തെന്ന് 1 മുതൽ 10 ആണെന്ന് തോന്നുന്നുണ്ടല്ലേ, മുകളിലേക്ക് നോക്കണേ. അപ്പൊ നമുക്ക് അത് റിവേഴ്സ് ചെയ്യാൻ റിവേഴ്സഡ് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്താലും അല്ലല്ലേ, ജാവ പൈത്തൺ അങ്ങനെ വരുന്നില്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് റിവേഴ്സഡ് ഓഫ് LST കൊടുത്താൽ മതി. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം? റേഞ്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1,10 കൊടുത്തു നോക്കാം. നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കട്ടോ. ഓക്കെ, കണ്ടോ 1 9 8 അങ്ങനെ നേരെ തിരിച്ചിട്ട് വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്യാൻ റിവേഴ്സഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, റേഞ്ച് ആവുമ്പോൾ എന്ത് ചെയ്യും? റേഞ്ച് അതിന്റെ ഇൻപുട്ട് ആയിട്ട് വരുമ്പോൾ ആ റേഞ്ചിൽ എന്തൊക്കെയാണോ ജനറേറ്റ് ചെയ്യുന്നത് അതിന് ആ എലമെന്റ്സിന് എന്ത് ചെയ്യും? നമുക്ക് റിവേഴ്സ് ചെയ്തിട്ട് തരും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒരു ഫോർ ലൂപ്പിന്റെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു സ്റ്റാർ പ്രിന്റിങ്ങിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, അതൊന്ന് നോക്കാം നമുക്ക്. സ്റ്റാർ പ്രിന്റിങ് അല്ലേ, സ്റ്റാർ അല്ലേ. ഓക്കെ, പ്രിന്റിങ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സ്റ്റാർ പ്രിന്റിങ്ങിന് നമ്മൾ ലൂപ്പിങ് ഇന്നർ ലൂപ്പും ഔട്ടർ ലൂപ്പും ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഫോർ എക്സ് ഞാനിവിടെ എക്സ് കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐയും ജെ ഒക്കെ കൊടുക്കട്ടെ, നിങ്ങളെ ഇഷ്ടമാണ്. റേഞ്ച് ഓഫ് എന്ത് 1 സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് എത്ര റോ വേണമെന്ന് പറയാം. ഇവിടെ റോസ് ഈക്വൽ ടു 5 അത് നമ്മളെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ എത്ര റോ നമുക്ക് വേണമെന്ന് പറയാം. അഥവാ അതിന്റെ അപ്പർ ലിമിറ്റ് നമ്മൾ കൊടുത്തു റോ +1. ഓക്കെ, അപ്പർ ലിമിറ്റ് കൊടുത്തു. റോസ് ആണ് അല്ലേ. ഓക്കെ, റോസ് കൊടുത്തു, റോസ് +1. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളെ ഔട്ടർ ലൂപ്പ്. ഓക്കെ, ഇനി നമ്മൾ ഇന്നർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ ജെ ഇൻ എന്ത് റേഞ്ച് ഓഫ് എന്ത് 1, എന്ത് x+1 നമ്മൾ പറഞ്ഞതാണ് ഈ സംഭവം x+1. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞതാണ്. പ്രിന്റിൽ നമുക്കൊരു സ്റ്റാർ പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റാർ പ്രിന്റ് ചെയ്തു. പ്രിന്റ് പിന്നെ എന്ത് ചെയ്യാം? നമ്മൾ എൻഡ് ഈക്വൽ ടു നമ്മൾ ലൈനിൽ ഒരേ ലൈനിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞതാണ് എൻഡ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ ലൈന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഥവാ ഇന്നർ ലൂപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? അടുത്ത ലൈനിലേക്ക് പോകണം. അല്ലെങ്കിൽ എന്ത് ചെയ്യൂല? അടുത്ത ലൈനിലേക്ക് വരൂല. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്രിന്റ് ആ ഒരു ബ്ലാങ്ക് സ്പേസ് അവിടെ കൊടുത്തു. ഓക്കെ, സിംഗിൾ കോട്ട്. നമുക്ക് ഇതുണ്ടോ? ഇതിന്റെ ഔട്ട്പുട്ട് എന്താ? നമുക്ക് സ്റ്റാർ പ്രിന്റിംഗിൽ ഫസ്റ്റ് ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തു, അടുത്ത 2 പ്രിന്റ് ചെയ്തു, അടുത്ത 3 പ്രിന്റ് ചെയ്തു, 4 5. ഇത് നമ്മൾ ലോജിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നുമില്ല, എത്ര റോ ആണ് വേണ്ടത്? 5 അല്ലെ. ഫസ്റ്റത്തത് റേഞ്ച് ഓഫ് 1, 5+1 എന്ന് പറയുമ്പോൾ അത്രയും എന്തായി? ഇത് ജനറേറ്റ് ആയി 5 + 6. ഓക്കെ, അപ്പൊ 6 അഥവാ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് അവിടെ പ്രിന്റ് ആയി. അടുത്ത എന്താണ്? ജെയിലേക്ക് നമ്മളിവിടെ x ജെ ആണ് കൊടുത്തത് അല്ലേ. ഓക്കെ, ഫൈൻ. അപ്പൊ ജെയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം? ജെ നമുക്ക് ഇനീഷ്യലി ജെ എന്ന വേരിയബിൾ കൊടുത്തു. റേഞ്ച് ഓഫ് 1, x+1 എന്ന് പറയുമ്പോൾ എക്സിന്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? 1 ആണ്. x+1 എന്ന് പറയുമ്പോൾ 2 ആയി. അപ്പൊ 1 മുതൽ 2 വരെ വരുമ്പോൾ എന്ത് ചെയ്യും? 1 പ്രിന്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? നമുക്ക് ഓരോ കേസിലും എക്സിന്റെ വാല്യൂ ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച്
രണ്ടാകുമ്പോൾ 2 സ്റ്റാർ വരും, മൂന്നാകുമ്പോൾ 3 സ്റ്റാർ വരും, നാലാകുമ്പോൾ 4 സ്റ്റാർ വരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർ പ്രിന്റിങ് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ടില്ല, ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്പറിലേക്ക് അല്ലെങ്കിൽ ആ ലിസ്റ്റിലുള്ള എലമെന്റിലേക്ക് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, തൽക്കാലം ഒരു ഓഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഓഡ് ലിസ്റ്റ് എന്നുള്ളതല്ല, ഏത് ലിസ്റ്റും കൊടുക്കുക, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമ്മളിവിടെ എക്സാമ്പിൾ എന്താ കൊടുത്ത് 1, 5, പിന്നെന്താണ് 7 അല്ലേ, 7 പിന്നെ 9 പിന്നെ 20 ആണ് തോന്നുന്നുണ്ട്. ഓക്കെ, ആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഓഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ലൂപ്പ് ഒന്ന് യൂസ് ചെയ്ത് ഒറ്റ ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈവൺ ലിസ്റ്റ് മൊത്തം കിട്ടും. അഥവാ ഇതിന്റെ ഒപ്പം ഇതിലുള്ള ഓഡ് നമ്പേഴ്സിന്റെ ഒക്കെ ഒപ്പം എന്ത് ചെയ്യണം, 1 ഇൻക്രിമെന്റ് ചെയ്യുക, 1 ആഡ് ചെയ്യുക, എന്നിട്ട് നമുക്കൊരു ലിസ്റ്റ് എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. അപ്പൊ ഈവൺ ഈക്വൽ ടു എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു, ഈവൺ ഈക്വൽ ടു i+1. ഞാൻ പറഞ്ഞു കേട്ടോ, i+1, പിന്നെ 4 വന്നു, പിന്നെ i in എന്ത് ഓഡ് എന്ന് പറഞ്ഞ ലിസ്റ്റ് വന്നു. ഓക്കെ, ഇഫ് എന്ത് i mod 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈവന്റെ ഒപ്പം ആഡ് ചെയ്യും, നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഓഡിന്റെ ഒപ്പം ആഡ് ചെയ്യും. നമുക്കത് കിട്ടുന്നുണ്ടോ നോക്കട്ടോ, പ്രിന്റ് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്, എന്നിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, പ്രിന്റ് ഓഫ് ഈവൻ. അപ്പൊ നമുക്ക് 2, 6 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിന്റ് ചെയ്യണം, വരുന്നുണ്ടോ, അതാണ് 2, 6, 8, 10. 2, 6 എന്ന് പറയുമ്പോൾ ഒന്നിന്റെ ഒപ്പം ഒന്ന് കൂടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടി, 5ന്റെ ഒപ്പം 1 ആഡ് ചെയ്തപ്പോൾ 6 കിട്ടി, 7ന്റെ ഒപ്പം 8, 9ന്റെ ഒപ്പം 10 അല്ലേ. അപ്പൊ ഇതാണ് അതിന്റെ റിസൾട്ട്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്തത്, ഓഡ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് നമുക്കുണ്ട്, അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ എലമെന്റ് ഇവിടെ കണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, 4i ഇൻ ഓഡ്. ഇതിന്റെ അർത്ഥം എന്താ, 4i ഇൻ ഓഡ് എന്ന് പറയുമ്പോൾ ഓഡ് എന്ന് പറഞ്ഞ ലിസ്റ്റിലുള്ള ഫസ്റ്റ് എലമെന്റിന് ഐയിലേക്ക് ഇട്ടു. ഇപ്പോ ഐയിൽ എന്തായി, 1 ഉണ്ട്. ആ 1 എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യാണ്, ഇഫ് 1 mod 2 നോട്ട് ഈക്വൽ ടു 0 ആണോ എന്ന്. 1 mod 2 നോട്ട് ഈക്വൽ ടു 0 ആണ്, കാരണം ഓഡ് നമ്പർ ആണ്. അപ്പൊ ആണെങ്കിൽ എന്ത് ചെയ്യാ, i+1. മനസ്സിലായില്ല, അപ്പോൾ അത് 2ആയി, 3ആയി, അങ്ങനെ പൂട്ടോ. ഞാനിവിടെ തൽക്കാലം എന്ത് ചെയ്യാം, നമുക്കൊരു മൈനസ് കൊടുത്തു നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ, നമുക്ക് നോക്കി നോക്കാം. 0, 4, 6, 8 കുറഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാ, കുറയാൻ പറഞ്ഞാൽ കുറയും, കൂടാൻ പറഞ്ഞാൽ കൂടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ ഇതില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേഷൻ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈവൺ ഈക്വൽ നമുക്ക് മൊത്തം ഓൾ എന്ന് എന്തെങ്കിലും കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാ, നമുക്ക് എന്ത് ചെയ്യാ, i+1 എല്ലിൻ്റെ ഒപ്പം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 4 in ഓഡ്. ഇതിൻ്റെ അർത്ഥം എന്താ, നമുക്ക് 4 num in ഓഡ്. ഓക്കെ, പ്ലസ് പ്രിന്റ് ഓൾ അല്ലേ, പ്രിന്റ് ചെയ്ത് നോക്കുക. അപ്പൊ എന്താ വരുന്നത് നോക്കട്ടോ. ഓക്കെ, 2, 6, 8, 10 എല്ലിൻ്റെ ഒപ്പം എന്ത് ചെയ്തു, 1 ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്തു. അതിന് കാരണം എന്താ, നമ്മളിവിടെ കണ്ടീഷൻ കൊടുത്തിട്ടില്ല. ഇഫ് എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകളെ മാത്രമേ ഇൻക്രിമെന്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓരോ എലമെന്റ് എടുത്തിട്ട് അതിനൊപ്പം 1 എന്ത് ചെയ്യും, ഇൻക്രിമെന്റ് ചെയ്തിട്ട് കൊടുക്കും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു സിംഗിൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി എന്ത് ചെയ്യാം, ആക്സസിങ് ഇൻഡെക്സ് ഇൻ ഫോർ ലൂപ്പ്. അഥവാ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോ 4, 2 അതേപോലെ 5, 7, 8 എന്നൊക്കെ പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ലിസ്റ്റിലുള്ള ഇൻഡെക്സ് വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്പേഴ്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലിസ്റ്റ് കൊടുക്കുകയാണ്. 4 അതേപോലെ 4, 2 അതേപോലെ 5 അതേപോലെ 7 അതേപോലെ 8. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്, നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഐട്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ 4i in numbers അല്ലെ, 4i in numbers. ഓക്കെ, അത് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇഫ് എന്ത് i
ഗ്രേറ്റർ ദാൻ 4, ഐ ഗ്രേറ്റർ ദാൻ 4 ആണെങ്കിൽ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബ്രേക്ക് ചെയ്യാം. ഓക്കെ, ഐ ഗ്രേറ്റർ ദാൻ 4 ആണെങ്കിൽ നമുക്ക് ഇവിടെ ബ്രേക്ക് ചെയ്യാം. അല്ലെങ്കിൽ സെമിക്കോളൻ വേണ്ട കേട്ടോ, എൽസിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ഐ. ഓക്കെ, എൽസിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ഐ. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇനി നമുക്ക് ഒരു ലിസ്റ്റിന്റെ ഇൻഡെക്സുകൾ എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇൻഡെക്സ് പറഞ്ഞാൽ എന്താ, ഒരു ലിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ഓരോ പൊസിഷനിൽ അഥവാ 0, 1, 2 അങ്ങനത്തെ പൊസിഷനിലാണ് ഇത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ഇൻഡെക്സ് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്യൂമറേറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ നമ്പേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. നമ്പേഴ്സ്, ഓക്കെ, നമ്പേഴ്സ് ഈക്വൽ ടു നമ്മൾ ഏതെങ്കിലും നമ്പർ എടുക്കുക, 1, 2, 3, 4, 5. ഓക്കെ, 5 വരെയുള്ള നമ്പേഴ്സ് കൊടുത്തു. ഇനി നമുക്ക് ഇതിൽ നമ്പേഴ്സ് ഓഫ് 0 ഈക്വൽ ടു 1, അതേപോലെ നമ്പേഴ്സ് ഓഫ് 1 ഈക്വൽ ടു 2, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, ഇന്ന പൊസിഷനിൽ ഇന്ന വാല്യൂ ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്ത് കിട്ടണം. അതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഗോള്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നമുക്ക് 2 വേരിയബിൾ നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് ഇൻഡെക്സിനെ ആക്സസ് ചെയ്യാനും ഒന്ന് വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള 2 വേരിയബിൾസ്. ഓക്കെ, അപ്പൊ എന്യൂമറേറ്റ് ഓഫ് എന്ത് നമ്പേഴ്സ് പറഞ്ഞിട്ടുള്ള അരയാണ് അല്ലെങ്കിൽ ലിസ്റ്റ് ആണ് നമുക്കുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യുക, എന്യൂമറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എന്യൂമറേറ്റ്. ഇനി നമ്മൾ പ്രിന്റ് ചെയ്യാണ്, നമുക്ക് എന്താ വേണ്ടത്, നമ്പേഴ്സ് ഓഫ് അല്ലെ, നമ്പേഴ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ ഞാനിത് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ എന്താണ് അവിടെ വാല്യൂ വരേണ്ടത്, നമ്പേഴ്സ് ഓഫ് 0, 1, 2. അപ്പൊ ഇവിടെ ഐ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഐ കൊടുത്തു, കോമ പിന്നെ അതിന്റെ ക്ലോസിങ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, കോമ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വി. അഥവാ അപ്പൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ നോർമലി ജാവയിലൊക്കെ പ്ലസ് ആണ് യൂസ് ചെയ്യാറ്, ഇവിടെ എന്താണ്, കോമയാണ് യൂസ് ചെയ്യാറ്. അപ്പൊ നമ്പേഴ്സ് ഓഫ് 0 അല്ലെങ്കിൽ നമ്പർ ഓഫ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് 0 അല്ലെങ്കിൽ നമ്പേഴ്സ് ഓഫ് 0 നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് കിട്ടും കേട്ടോ. അപ്പൊ ഞാനിവിടെ നമ്പേഴ്സ് കൊടുത്തു. അപ്പൊ നമ്പേഴ്സ് ഓഫ് 0 ഈക്വൽ ടു ആ വാല്യൂ കിട്ടും, ഇത് 1 കിട്ടും. നമ്പേഴ്സ് ഓഫ് 1 ഈക്വൽ ടു 2 കിട്ടും. അങ്ങനെ. ഓക്കെ, നമുക്ക് എന്തായാലും റൺ ചെയ്ത് നോക്കാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റൺ പൈത്തൺ. ഓക്കെ, ഇവിടെ കണ്ട നമ്പേഴ്സ് ഓഫ് 0 ഈക്വൽ ടു 1, 1 ഈക്വൽ ടു 2, അതേപോലെ 2 ഈക്വൽ ടു 3, അതേപോലെ 3 ഈക്വൽ ടു 4, 4 ഈക്വൽ ടു 5. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഇൻഡെക്സ് വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ എന്താ പറയാ ലൂപ്പ് അഥവാ റേഞ്ച്, അതേപോലെ ഫോർ ലൂപ്പ്. ഒക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൂപ്പിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്ത് കിടക്കാം, അതിനാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുക. ബ്രേക്ക് ചെയ്യട്ടാ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ എടുക്കുകയാണ്, വേറെ ലിസ്റ്റ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇഫ് ഐ ഗ്രേറ്റർ ദാൻ 4 കണ്ടീഷൻ ആണ്. ഐ ഗ്രേറ്റർ ദാൻ 4 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യാൻ പറയാണ് നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ ഐനെ എന്ത് ചെയ്യാൻ പറയാണ്, പ്രിന്റ് ചെയ്യാനും പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ റിസൾട്ട് എന്താ കിട്ടുക, നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കി. അഥവാ ഇവിടെ ഓരോ ടൈമിലും നമുക്ക് എന്ത് ചെയ്യും, നമ്പേഴ്സിന്റെ ഓരോ വാല്യൂസ് എന്ത് ചെയ്യും, ഐയിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ ഫസ്റ്റ് 1 വരും, പിന്നെ 2 വരും, പിന്നെ 3 വരും, പിന്നെ 4 വരും, പിന്നെ 5 വരും. അപ്പൊ ഇതിൽ എന്താണ് ശരിക്കും വരിക, ഇവിടെ ഒരു കോളം പോയിക്കണേ ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടാക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ലെസ് ദാൻ അല്ലെങ്കിൽ ഇഫ് ഐ ഗ്രേറ്റർ ദാൻ 4 അഥവാ 4നേക്കാളും ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യാൻ മീൻസ് എൽസിൽ കയറൂല, ഇഫിൽ കയറും. അപ്പൊ ബ്രേക്ക് ചെയ്യുമ്പോൾ 1 മുതൽ 4 വരെ എന്ത് ചെയ്യും, നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, എന്തായാലും റൺ ചെയ്ത് നോക്കാം. ഇതാ 1, 2, 3, 4. ഓക്കെ, അപ്പൊ 4, 5 എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രേറ്റർ ദാൻ 4 ആണ്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ എന്ത്, നമ്മൾ ബ്രേക്ക് കിട്ടുക. ഇനി നമുക്ക് കണ്ടിന്യൂ നോക്കാം. ഇൻ നമ്പേഴ്സ് നമ്പേഴ്സ് എന്നിട്ട് എന്ത് ചെയ്യാം, ഇഫ് ഐ ഗ്രേറ്റർ ദാൻ 4 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കണ്ടിന്യൂ പറയാം. ഓക്കെ, ഐ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ 2 എന്തെങ്കിലും കൊടുക്കാം. 2 ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കണ്ടിന്യൂ പറയാം. ഓക്കെ, എൽസിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ ഇവിടെ എന്താ ശരിക്കും വരിക, ആ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, കണ്ടിന്യൂ. ബ്രേക്ക് ആവില്ല, ലൂപ്പ് എന്ത് ചെയ്യും, കണ്ടിന്യൂ. ആ എലമെന്റ് മാത്രം എന്ത് ചെയ്യൂല, പ്രിന്റ് ആവില്ല. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം,
ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ നമുക്ക് ഈക്വൽ ടു കൊടുക്കാം കേട്ടോ. ഈക്വൽ ടു 2 ആണെങ്കിൽ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, പ്രിന്റ് ചെയ്യണ്ട. ഓക്കെ, റൺ ചെയ്ത് നോക്കുക. ഇതാണ്ടോ 1 2 3 4 ഇവിടെ ഇതാണ് കേട്ടോ 1 3 4 5 അഥവാ 2 എന്തായി, സ്കിപ്പായി. ഓക്കെ, അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ എന്ത് നമ്മുടെ ഈ കണ്ടിന്യൂ അതേപോലെ ഫോർ ലൂപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എന്ത് ചെയ്യുക, വൈൽ ലൂപ്പിന്റെ എക്സാമ്പിൾ ഞാൻ ആൾറെഡി സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.